ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലും കളിപ്പാട്ട വിപണിയിലും തരംഗമായി മാറിയ ഒരു കൊച്ചു പാവയെക്കുറിച്ചാണ്. ലബൂബു. പലരുടെയും ഇൻസ്റ്റഗ്രാം ഫീഡുകളിലും യൂട്യൂബ് ഷോർട്സുകളിലും അതുപോലെ തന്നെ ട്രെൻഡി ഷോപ്പുകളിലും നിങ്ങൾ ഈ കുട്ടിപ്പാവയെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഈ എൻഡറിംഗ് ആയ കഥാപാത്രം എങ്ങനെ ഉണ്ടായി, ആരാണിതിന് പിന്നിൽ എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് ലബൂബുവിൻ്റെ കഥയിലേക്കൊരു യാത്ര പോകാം. ലബൂബുവിന് പിന്നിൽ ഒരു വ്യക്തിയുണ്ട്. അത് ഹോങ്കോങ്ങിൽ നിന്നുള്ള പ്രശസ്ത ആർട്ടിസ്റ്റായ കാസിങ് ലങ് ആണ്. ഇദ്ദേഹം ഒരു ചിത്രകാരനും ഇല്ലുസ്ട്രേറ്ററും കൂടിയാണ്. കാസിങ് ലങ് തൻ്റെ അതുല്യമായ ചിത്രീകരണ ശൈലിയിലൂടെയും കഥാപാത്ര സൃഷ്ടികളിലൂടെയും കലാരംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാവനാത്മകമായ ലോകത്ത് നിന്നാണ് ലബൂബു ജനിക്കുന്നത്. കാസിങ് ലങ് തൻ്റെ ചിത്രീകരണങ്ങൾക്കായി ദ മോൺസ്റ്റേഴ്സ് എന്ന് പേരിട്ട ഒരു കൂട്ടം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു. ഈ കൂട്ടത്തിലെ പ്രധാനിയും ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ് ലബൂബു. 2015 ലബൂബുവിനെ ആദ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഇതൊരു 2D ചിത്രീകരണമായിരുന്നു. എന്നാൽ ഈ കഥാപാത്രത്തിന് ലഭിച്ച സ്വീകാര്യത കാസിങ് ലങ്ങിനെ ഇത് കളിപ്പാട്ട രൂപത്തിലേക്ക് മാറ്റാൻ പ്രേരിപ്പിച്ചു. കാസിങ് ലങ് തൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച കുട്ടിക്കഥകളിൽ നിന്നും കണ്ട കാർട്ടൂണുകളിൽ നിന്നും അതുപോലെ തന്നെ തനിക്കുണ്ടായിരുന്ന ഭാവനാ ലോകത്തിൽ നിന്നുമാണ് ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്. ലബൂബു ഒരു കുസൃതിക്കാരനും കൗതുകമുള്ളവനും ചിലപ്പോൾ അല്പം വികൃതിയും എന്നാൽ എപ്പോഴും സന്തോഷവാനുമായ ഒരു കഥാപാത്രമാണ്. ലബൂബുവിൻ്റെ വലിയ പല്ലുകളും ചെറിയ കൊമ്പുകളും കൗതുകമുണർത്തുന്ന ചിരിയും ആളുകളെ പെട്ടെന്ന് ആകർഷിച്ചു. ലബൂബു ഒരു സാധാരണ കളിപ്പാട്ടത്തിൽ നിന്നും ഒരു ആഗോള പ്രതിഭാസമായി മാറിയതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് അതിൻ്റെ ഡിസൈനാണ്. കാസിങ് ലങ്ങിൻ്റെ അതുല്യമായ ഡിസൈൻ ലബൂബുവിനെ മറ്റ് കളിപ്പാട്ടങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ഇതൊരു ആർട്ട് ടോയ് എന്ന നിലയിൽ ശേഖരിക്കുന്നവരുടെ ഇടയിൽ വലിയ തരംഗമുണ്ടാക്കി. മറ്റൊന്ന് ലിമിറ്റഡ് എഡിഷനുകളാണ്. പലപ്പോഴും ലിമിറ്റഡ് എഡിഷനുകളായും പ്രത്യേക സഹകരണങ്ങളിലൂടെയും ലബൂബുവിനെ പുറത്തിറക്കിയത് ഇതിൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചു. ഇത് ആരാധകർക്കിടയിൽ ഒരുതരം വേട്ടയാടൽ മനോഭാവം ഉണ്ടാക്കി. ഇതിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് പോപ്പ് മാർട്ടാണ്. ചൈനയിലെ പ്രശസ്തമായ കളിപ്പാട്ട കമ്പനിയായ പോപ്പ് മാർട്ടുമായി കാസിങ് ലങ് സഹകരിച്ചതോടെയാണ് ലബൂബുവിൻ്റെ പ്രശസ്തി കുതിച്ചുയർന്നത്. പോപ്പ് മാർട്ട് ബ്ലൈൻഡ് ബോക്സ് മോഡലിൽ ലബൂബുവിനെ അവതരിപ്പിച്ചു. അതായത് ഒരു ബോക്സ് വാങ്ങുമ്പോൾ അതിലേത് ലബൂബു ആയിരിക്കും എന്നറിയാൻ പറ്റാത്ത ഒരുതരം ആകാംക്ഷയാണ് ബ്ലൈൻഡ് ബോക്സുകൾ നൽകുന്നത്. ഇത് ആളുകളെ കൂടുതൽ വാങ്ങാൻ പ്രേരിപ്പിച്ചു. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ലബൂബുവിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പെട്ടെന്ന് വൈറലായി. പല സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസർമാരും ലബൂബു ശേഖരിക്കുന്നത് കാണിച്ചതും ഇതിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. എന്തുകൊണ്ടാണ് ലബൂബു ഇത്ര പ്രിയങ്കരമാകുന്നത്? ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാവനയിൽ നിന്ന് തുടങ്ങി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയ ഒരു പ്രതിമാസമാണ് ലബൂബു. കാസിങ് ലങ്ങിൻ്റെ സർഗാത്മകതയ്ക്കും പോപ്പ് മാർട്ടിൻ്റെ വിപണന തന്ത്രങ്ങൾക്കും ലബൂബുവിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുണ്ട്. അടുത്ത തവണ നിങ്ങളൊരു ലബൂബുവിനെ കാണുമ്പോൾ ഓർക്കുക, ഇത് വെറും ഒരു പാവയല്ല, ഒരു കലാകാരൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. നിങ്ങൾക്കും ലബൂബുവിനെ ഇഷ്ടമായോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ലബൂബു ഏതാണ്? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.